ഗൈസ്, ഇതിന്റെ മാംഗോ ഫൈവിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാനിന്ന് ഇവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ഓംപ്ലേറ്റ് ആണ്. അപ്പൊ ഇതിന് വേണ്ടി അതിലൊക്കെ സാധനങ്ങൾ വേണം നമുക്ക് ആദ്യം നോക്കാം. ആദ്യം ഇത് എൻ്റെ അമ്മയുടെ മിനി വെജിറ്റബിൾ ഗാർഡനിൽ ഉണ്ടാക്കിയ മുളകാണ്, അത് ഒരെണ്ണം വേണം. പിന്നെ ഉള്ളി അരിഞ്ഞു വെക്കണം. പിന്നെ കുറച്ച് സവോള കറിവേപ്പില വേണം. പിന്നെ മുട്ട നമ്മൾ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും വേണം. കുരുമുളക് നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി ഗൈസ്. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. എണ്ണ ഓൾറെഡി ഈ ചട്ടിയിൽ പുരട്ടി വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ചെറുതായിട്ട് ചൂടാകുമ്പോഴേക്കും നമുക്കിതൊന്ന് മിക്സ് ആവും. ചെറിയ തീ ഇരുന്നോട്ടെ ഗൈസ്, അല്ലെങ്കിൽ ഓവർ ചൂടാവും. ആദ്യം നമുക്ക് തന്നെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മുളക് ഫുള്ള് ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് ഇത്ര ഇട്ടാണ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി അതും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. മുളകിൻ്റെ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി കേട്ടോ. എനിക്കിപ്പോൾ എരിവ് ഇത്ര പറ്റുള്ളൂ. നിങ്ങൾക്ക് എരിവ് വേണം, ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഈ മുളകിന് നല്ല എരിവുണ്ട്. അല്ലെങ്കിൽ ഇത് സാധാ പച്ച നീണ്ട മുളകാണെന്നുണ്ടെങ്കിൽ അത്രയും 2 മുളക് വേണം. ഇത് നല്ല എരിവുള്ള മുളകാണ്, അത് കാരണം ഞാൻ ഒരെണ്ണം ഇട്ടത് കേട്ടോ. അപ്പം നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കൈ കൊണ്ട് എടുത്താൽ മതി കേട്ടോ. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, മുളക് പൊടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിന് മതി കേട്ടോ. അതിനും ചെറിയ എരിവൊക്കെ ഉണ്ടാവും. എനിക്ക് കുരുമുളക് പൊടി നല്ലോണം ഇഷ്ടം. അപ്പം ഞാനത് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇത്ര ഒന്നും ഇടണമെന്നില്ല. അത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പം ഇളക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അടുപ്പയിലേക്ക്. ഗൈസ്, ഇതും നമുക്ക് ഇനി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചെറുതായിട്ട് ചുറ്റിച്ചാൽ മതി കേട്ടോ. പാത്രം നിങ്ങളുടെ വലിയ കുഴിയുള്ളതാണെന്നുണ്ടെങ്കിൽ നന്നായി ചുറ്റിക്കാം. അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചുറ്റിച്ചു കൊടുത്താൽ മതി ഗൈസ്. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിക്കുക. ഇത് ചുറ്റിച്ചതിന് ശേഷം അടുപ്പയിൽ വെക്കാം. എന്നിട്ട് തീ കൂട്ടി വയ്ക്കാം. ഗൈസ്, ഇപ്പം നമ്മൾ സിമ്മിലാക്കിയിട്ട് ഇത് അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം കുറച്ച് നേരത്തേന്. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഗൈസ്, നമ്മളിത് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡി ആയെന്ന് നോക്കാം. ഗൈസ്, അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഹലോ ഗൈസ്, നമ്മളിത് മറിച്ചിട്ടുണ്ട്. ഇനി ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടിയെടുത്ത് മാറ്റാം. മൂടിയെടുത്ത് മാറിയതിന് ശേഷം ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്തിടാം കേട്ടോ ഗൈസ്. നമ്മൾ ഈ 2 സാധനങ്ങൾ ഉപയോഗിച്ച് വെച്ചിട്ടാണ് പ്ലേറ്റിലേക്ക് എടുത്തിടാൻ പോകുന്നത്. നമുക്കിത് ഈ പ്ലേറ്റിലേക്ക് ഇടാം. ഇത് നല്ല മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എൻ്റെ അനിയത്തിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു നോക്കാം. ഇതാണ് കേട്ടോ ഗൈസ് മുട്ട ഓംപ്ലേറ്റ്. ഇനി നമുക്കിത് അനിയത്തിക്ക് ടേസ്റ്റ് ചെയ്യാം ഗൈസ്. ഇനി നമുക്ക് എൻ്റെ അനിയത്തിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. മുളകില്ലാത്ത ഭാഗം നോക്കി കൊടുത്താലേ അവൾ കഴിക്കുകയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവൾക്ക് എരിവാന്ന് പറഞ്ഞ് അവൾ പിന്നെ കഴിക്കില്ല. നമുക്കൊരു ചെറിയ മുളകില്ലാത്ത ഭാഗം മുറിച്ച് നമുക്ക് കൊടുക്കാം കേട്ടോ ഗൈസ്. ചെറിയ ഒരു പീസ് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാനും കൂടി കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. ചെറിയ ചൂടുണ്ടാവും, കയ്യിൽ പിടിച്ച് കഴിക്കാം. ഇനി ഞാനും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ഗൈസ്. ഗൈസ്, ഇത് നമുക്കിനി കഴിച്ച് നോക്കാം. എൻ്റെ അനിയത്തിക്ക് ഇനിയും വേണം തോന്നുന്നു ഗൈസ്. എൻ്റെ അനിയത്തിക്ക് ഇഷ്ടമായത്. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. നമുക്ക് ചെറുതായിട്ടൊരു മുളകൊക്കെ ഉണ്ടോ പാകം എടുക്കാം ഗൈസ്. അനിയത്തിക്ക് ഇഷ്ടമായോ? ഇനി ചേട്ടനൊന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്നാൽ ഇതും കഴിച്ചോ. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
എനിക്കൊരു കുഞ്ഞു പീസ് അനിയത്തി ഇത് കഴിച്ചു നോക്ക്. അടിപൊളിയല്ലേ? നല്ല ടേസ്റ്റ് ഇല്ലേ? ഇനി ചേട്ടൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. എനിക്കിഷ്ടമായി ചേട്ടൻ ഉണ്ടാക്കിയത്. ഇനി ചേട്ടൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഗൈസ്, ഇതേപോലത്തെ അടിപൊളി വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിലും നല്ല അടിപൊളി വീഡിയോസും ആയി ഇനിയും വരാമെന്ന പ്രതീക്ഷയിൽ ഡേവിഡ് ജോബിൻ. വീഡിയോയുടെ പേര് മാംഗോ ഫ്രൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എത്ര ലൈക്ക് കിട്ടുമെന്ന് അറിയില്ല, എത്ര സബ്സ്ക്രൈബേഴ്സ്